ബെർണാഡ് ഷായുടെ ഒരു പ്രസിദ്ധമായ വരിയുണ്ട്. നിങ്ങൾ പന്നിയുമായി മല്ലിടരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ദേഹത്ത് ചെളിപുരളും. പന്നിക്കാണെങ്കിൽ അത് ഇഷ്ടവുമാണ്. ഇതാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയോട് കാണിക്കുന്നത്. സ്വന്തം രാജ്യത്തെ ക്രമസമാധാനം തകർന്ന തരിപ്പണമായിട്ടും വിരൽ ഇന്ത്യക്ക് നേരെ ചൂണ്ടാനാണ് ഇസ്ലാമാബാദിന് താല്പര്യം. നമ്മളെയും അവരെ പോലെ ഒരു തീവ്രവാദ രാഷ്ട്രമാക്കി ചിത്രീകരിക്കാൻ വലിയ ഇഷ്ടമാണ് പാക്കികൾക്ക്. എന്തായാലും നമ്മൾ തീവ്രവാദികളായി ലോകത്തിന് മുന്നിൽ അറിയപ്പെട്ടു. ഇനിയിപ്പോ നിങ്ങൾ മാത്രം ഡീസന്റ് പാർട്ടീസായി നിൽക്കണ്ട എന്നൊരു ലൈൻ. പാകിസ്ഥാനിലെ ഖൈബർ പക്തുൻഖയിൽ സൈനിക പോസ്റ്റിന് ഇന്നലെ ഉണ്ടായ ചാവേർ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇന്ത്യയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് രക്ഷപ്പെടാനുള്ള വിഫല ശ്രമത്തിലാണ് പാകിസ്ഥാൻ സൈന്യം. കഴിഞ്ഞ ദിവസം ബജോർ ജില്ലയിലുണ്ടായ സ്ഫോടനത്തിൽ 14 പാക് സൈനികരാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ സ്വന്തം സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് മിണ്ടുന്നതിന് പകരം ആക്രമണം നടത്തിയത് ഇന്ത്യയാണെന്ന് വരുത്തീർക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. അപ്പൊ പിന്നെ കാര്യങ്ങൾ എളുപ്പമായല്ലോ. സ്വന്തം ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം ഇന്ത്യയാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഇന്ത്യയാണ് ഇതിനെല്ലാം പിന്നിലെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഭീകരവാദവും ഇരവാദവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ഹമാസ് ലൈൻ. ഫെബ്രുവരി 16 തിങ്കളാഴ്ചയായിരുന്നു സംഭവം. സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറുമായി വന്ന ചാവേർ പട ആർമി ചെക്ക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. സ്ഫോടനത്തിൽ 14 സൈനികരും ഒരു കൊച്ചു പെൺകുട്ടിയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ ആർമിയുടെ തന്നെ മീഡിയ വിംഗ് പറയുന്നത് ആക്രമികൾ ചെക്ക് പോസ്റ്റ് തകർക്കാൻ ശ്രമിച്ചെന്നും അത് പരാജയപ്പെട്ടപ്പോൾ വാഹനം ഭിത്തിയിൽ ഇടിച്ച് കയറ്റിയെന്നുമൊക്കെയാണ്. എന്തു തന്നെ ആയാലും ഇതിന് പിന്നാലെ ഇറക്കിയ പ്രസ്താവനയിലാണ് വിചിത്രമായിട്ടുള്ള വാദങ്ങൾ പാകിസ്ഥാൻ ഉന്നയിക്കുന്നത്. ആക്രമണത്തിന് പിന്നിൽ തെഹ്രീക്ക് താലിബാൻ ആണെന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്നുണ്ട്, അഫ്ഗാന്റെ തീവ്രവാദ സംഘടന. എന്നാൽ TTP ഇന്ത്യൻ പ്രോക്സിയാണെന്നും ഇന്ത്യയുടെ സഹായത്തോടെയാണ് അവർ പ്രവർത്തിക്കുന്നതെന്നൊക്കെയാണ് പാകിസ്ഥാൻ ആർമിയുടെ കണ്ടുപിടുത്തം. സ്വന്തം മണ്ണിൽ തീവ്രവാദത്തെ വളർത്തി അത് കൈവിട്ടു പോകുമ്പോൾ അയൽ രാജ്യത്തെ കുറ്റപ്പെടുത്തുന്ന പാകിസ്ഥാന്റെ സ്ഥിരം തന്ത്രമാണിത്. ഈ TTP എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ താലിബാനാണ്. അസമി ഇസ്തേക്കാം എന്ന പേരിൽ പാക് ഭരണകൂടം വലിയ ഭീകരവിരുദ്ധ ഓപ്പറേഷനുകൾ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കണക്കുകൾ നോക്കിയാൽ പാകിസ്ഥാൻ വേർക്കുകയാണെന്ന് കാണാൻ പറ്റും. 2024 ഇത്തരം ആക്രമണങ്ങളിൽ 1620 പേർ കൊല്ലപ്പെട്ടെങ്കിൽ 2025 അത് 2331 കുത്തനെ ഉയർന്നു. ഖൈബർ പക്തുൻഖയും ബലൂചിസ്ഥാനും അക്ഷരാർത്ഥത്തിൽ കത്തുകയാണ്. ഇസ്ലാമാബാദിലെ അതീവ സുരക്ഷാ മേഖലയിൽ പോലും സ്ഫോടനങ്ങൾ നടക്കുന്നു. സ്വന്തം പരാജയങ്ങൾ മറയ്ക്കാൻ ഇന്ത്യ എന്ന ശത്രുവിനെ എപ്പോഴും പാകിസ്ഥാൻ ആവശ്യമാണ്. പക്ഷേ ലോകം മുഴുവൻ അറിയുന്ന സത്യം ഇതാണ്: പാമ്പ് മുട്ടയിട്ട് വിരിയിക്കുന്നത് പാമ്പിൻ കുഞ്ഞുങ്ങളെ തന്നെയാണ്, അല്ലാതെ തത്ത കുഞ്ഞുങ്ങളെ അല്ല. ആ പാമ്പുകൾ ഇപ്പോൾ തിരിഞ്ഞു കൊത്തുന്നു എന്ന് മാത്രം. ന്യൂസ് ഡെസ്ക് മലയാളം.